ഡോജി എന്ന കമ്പനിയുടെ ഡോജി V20 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡോജി V20 Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഡോജി V20 Proയിൽ 6.43 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഈ ഫോണിൽ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പക്ഷേ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. 24,700 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ നമ്മൾ കൂടിയ റിഫ്രഷ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് വരുന്നില്ല. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 700 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ തരക്കേടില്ല, പക്ഷേ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് കൊടുക്കായിരുന്നു. പക്ഷേ റഗഡ് ഫോണാണ്, അപ്പോൾ ഡിസ്പ്ലേക്കല്ല അത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ലെതർ ടൈപ്പിലുള്ള ഒരു ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിലും ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോണ്. ഈ ഒരു ഫോണിന് MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. അതുപോലെ തന്നെ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. പിന്നെ ഈ ഫോണിൻ്റെ മൂൺലൈറ്റ് സിൽവർ അതുപോലെ തന്നെ നൈറ്റ് ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 700 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. 24,700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 12 GB റാം എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 20 GB റാം വരെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 256 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. എന്തായാലും ഇതിൽ Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 24 മെഗാ പിക്സലിലെ ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 8 മെഗാ പിക്സലിലെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇൻഫ്രാറെഡ് തെർമൽ ഇമേജിംഗ് സെൻസറൊക്കെ വരുന്നുണ്ട്. അപ്പം തെർമൽ ഇമേജിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് മറ്റ് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഒരു വയർ വെച്ചിട്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ വെയിറ്റ് 297 ഗ്രാം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വെയിറ്റ് കൂടിയൊരു ഫോണാണ്. അതുപോലെ തന്നെ തിക്നെസ് 14 mm വരുന്നുണ്ട്. അപ്പം തിക്നെസ്സും വളരെ കൂടുതലാണ്. പിന്നെ റഗഡ് ഫോണാണ്. റഗഡ് ഫോൺസിൽ പൊതുവേ ഇങ്ങനെയാണ്, വെയിറ്റും തിക്നെസ്സും ഒക്കെ അത്യാവശ്യം നല്ലോണം കൂടാറുണ്ട്. ഈ ഒരു ഫോണിൻ്റെയും വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം നല്ല കൂടുതൽ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമായിട്ടല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $299.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 24,700 രൂപ പ്രൈസ് റേഞ്ചിൽ. അലി എക്സ്പ്രസ്സിൽ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വിലയായിട്ട് കാണിക്കുന്നത് 34,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഇതിൽ 6000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നൈറ്റ് വിഷൻ ക്യാമറയും തെർമൽ ഇമേജിംഗ് സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടോട്ടലായിട്ട് 20 GB റാം വരെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നങ്ങളും വരുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. ഇങ്ങനെ ചില കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. അപ്പോൾ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഡോജിയുടെ V20 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ എടുക്കണോ എന്ന് ചോദിച്ചാൽ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം വെയിറ്റും തിക്നെസ്സൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ സാധാരണ ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ ഒന്നും ആയിരിക്കില്ല ഈ ഒരു ഫോണിൽ വരിക. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.